ഒരു മാസത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മീയ ഉണർവിനൊടുവിൽ ഈദുൽ ഫിത്തർ വിരുന്നെത്തുമ്പോൾ വിശ്വാസികൾ ആഘോഷത്തിനുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിനെ ആഹ്ലാദപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോ പ്രവാസിയും. സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുണ്യങ്ങൾ പൂത്തുലഞ്ഞ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം വിശ്വാസികളിലേക്ക് വിരുന്നെത്തിയ ഈദുൽ ഫിത്തറിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. ഇന്ന് നിലാവ് കണ്ടിരിക്കുന്നു. നാളെ സൗദി അറേബ്യയിൽ പെരുന്നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു ഈ സമയത്ത്? നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ ഓരോരുത്തരും പ്രവാസ സമൂഹത്തിൽ ഓരോരുത്തരും വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടു കൂടി ഈദുൽ ഫിത്തർ കൊണ്ടാടാൻ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. ഇല്ല, റമദാൻ 30 പ്രതീക്ഷിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, റമദാൻ 29 കേട്ട് സൗദി അറേബ്യയിലെ മാസപ്പുറമൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും ഈദ് മുബാറക്. എങ്ങനെ നാട്ടിലെ പെരുന്നാൾ ഇവിടുത്തെ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? നാട്ടിൽ എല്ലാവരും ഉണ്ടാവും, ഫാമിലി എല്ലാവരും. എന്നാലും ഇവിടെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ്, സന്തോഷം തന്നെ. നാട്ടിലത്തെ പെരുന്നാളും ഇവിടുത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മിസ്സിംഗ് ആണ് ശരിക്കും നാട്ടിലത്തെ പെരുന്നാൾ. ഒരു മാസത്തെ നോമ്പിന് ശേഷം നാളെ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസ. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ആദ്യമായാണ് എൻ്റെ കുടുംബമായി ഇവിടെ ഗൾഫിൽ വന്നത്. ഇൻഷാല്ലാ നാളെ പെരുന്നാളല്ലേ, എല്ലാവർക്കും ഈദ് മുബാറക്. ആദ്യ പെരുന്നാളാണ്. എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും. സൗദിയിലുള്ള നമ്മളും പ്രവാസികളും എല്ലാവരും നല്ല രീതിയിൽ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നതാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. വളരെ സന്തോഷം. എന്തായാലും വ്രതവിശുദ്ധിക്ക് ശേഷമുള്ള ഒരു പെരുന്നാൾ സന്തോഷത്തിലേക്ക് പ്രവാസത്തിലെ മലയാളികൾ നീങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഈദ് മുബാറക്. വളരെ സന്തോഷം. എന്തായാലും വിരുന്നെത്തിയ ഈദുൽ ഫിത്തറിനെ വിശ്വാസികൾ സ്നേഹപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞു. സുബൈർ 24 ദമാം.